പ്രോപ്പർട്ടി മനുഷ്യനെ പേടിപ്പിക്കണ ചേച്ചിയല്ലേ പേടിപ്പിച്ചേ? നീ പേടിക്കണ എന്തിരി? ഈടെയായിട്ട് ചെറുക്കന് പേടി കുറച്ച് കൂടുതലാ. അങ്ങനെ പേടിക്കാതിരിക്കും. പേടിക്കണ കാര്യല്ലേ നടക്കണം. നീ എന്ത് ഇവിടെ നിന്ന് ആക്ഷനൊക്കെ കാണിച്ചോണ്ടിരുന്നേ? എന്തായാലും ചെറിയൊരു മാറ്റമുണ്ട്, കുഴപ്പമില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി തുടങ്ങി. ഇന്ന് പോയച്ചോടുന്നു അയാൾ പോയി കൈവിട്ടു. ചേച്ചി ചേച്ചി എവിടെ പോണ്? എടാ നീ അല്ലേ ഇപ്പൊ പോവാൻ പറഞ്ഞേ? പോവാൻ പറഞ്ഞ ഉടനെ അങ്ങ് പോവൂ. പിന്നെ പോണ്ടേ? പോണ്ട. ചേച്ചി ഇപ്പൊ ചോദിച്ചില്ലേ ഞാൻ എന്റെ ഇവിടെ ആക്ഷൻ കാണിച്ചോണ്ടിരുന്നേന്ന്? ആ ചാച്ചിക്കൊരു കാര്യം അറിയൂ? നീ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. 2-3 ദിവസമായിട്ട് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ ചില ഫാമിലീസ് എന്നെ ചൂണ്ടാൻ നോക്കുന്നുണ്ട്. ചൂണ്ടാ നോക്കുന്ന? ഓ എന്തിന്? പിള്ളേര് മൊത്തം എന്റെ പറയാണെന്ന്. അത് പണ്ടുതൊട്ടും അങ്ങനെയായിരുന്നില്ലേ? അതല്ല, പിന്നെ ഇത് വേറെ. എടാ നീ തെളിച്ച് കാര്യം പറ. എക്സാം കഴിഞ്ഞ് എന്തോ വരാൻ പോന്നെ? എക്സാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വെക്കേഷൻ. ആ വെക്കേഷൻ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ പരിപാടിയല്ലേ? ആ മനസ്സിലായി. പരിപാടിക്ക് ഇത്തവണ മോണോ ആക്ട് ഉണ്ട്, പിന്നെ കഥാ കവിതാ രചനാ മത്സരമുണ്ട്, പിന്നെ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്. അല്ല പരിപാടി നേരം നടക്കുമ്പോ നല്ലതായിരിക്കുമല്ലോ. പരിപാടി നടക്കുമ്പോ നല്ലതാണ്, അതിലാണ് മെയിൻ കണ്ടന്റ് ഇരിക്കുന്നത്. ചെറുക്കൻ കാര്യം പറയുന്നുണ്ടാ? പറഞ്ഞു വരികയല്ലേ, പാത്തിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി പിള്ളാരെ എന്നോട് ഒരു വിഷയം തന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് പെട്ടെന്ന് നമുക്ക് സ്പോട്ടിൽ തന്നെ കഥ ഉണ്ടാക്കാം അല്ലെങ്കിൽ കവിത ഉണ്ടാക്കാന്ന് പറഞ്ഞ് ചോദിച്ചു. ഞാൻ 2 ടിപ്സ് അങ്ങ് പറഞ്ഞു കൊടുത്ത് ഫസ്റ്റ് പ്രൈസ് കിട്ടണേ കിട്ടി പോട്ടെന്ന്. സർഗാത്മകമായി നടക്കുന്ന പരിപാടിക്ക് നീ ടിപ്സ് പറഞ്ഞു കൊടുത്താ? അത് നിനക്ക് എന്തറിഞ്ഞിട്ടാണ് നീ ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തേ? കേസു നീ എന്നെ ടിപ്സ് ചൊല്ലി കൊടുത്തേ? എന്ത് ടിപ്സ് ചൊല്ലി കൊടുക്കാൻ? ഇവൻ വെറുതെ തള്ളണതല്ലേ. എന്തൊരു തള്ളന്ന്? ചേച്ചിയേ പിള്ളേർ എന്നോട് വന്നിട്ട് ചോദിച്ച് മോണോ ആക്ടിന് ഒരു ഐറ്റം പറഞ്ഞു കൊടുക്കാവോന്ന്. അത് മാത്രമല്ല ഒരു നാടകവും ഞാൻ തന്നെ സെറ്റ് ചെയ്യേണ്ട വരും. അടേങ്കപ്പാ നീ സൂപ്പർ താനേ, ഉനക്ക് എല്ലാമേ ചൊല്ലി കൊടുക്ക മുടിയും. ആന്റി എന്തറിഞ്ഞിട്ടാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത്? എടാ നീ കലാപരമായി ഏത് കലയിലാണ് ശോഭിച്ചിട്ടുള്ളത്? പറ. പാട്ട് പാടാൻ അറിയോ? ഇല്ല. ഡാൻസ് കളിക്കാൻ അറിയോ? ഇല്ല. പിന്നെ നീ ആ പിള്ളേർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനാണ് പോണത്? സത്യം പറഞ്ഞ കലാപരമായി ഒരു കലയും ഇല്ലാത്ത ഒരു അനിയനാണ് എന്റെ ഈ അനിയൻ. ഞാനൊരു സർവകലാവല്ലഭനാണെന്നാണ് പിള്ളേര് പറയണത് കേട്ടാ. അവന്റെ അച്ഛനും സർവകലാവല്ലഭനാണെന്നും പറഞ്ഞോണ്ടാണ്. പക്ഷെ അച്ഛന് കലയുണ്ട്. അച്ഛന് പാട്ട് പാടാൻ അറിയാം, ഡാൻസ് കളിക്കാൻ അറിയാം, നാടകം എഴുതാൻ അറിയാം, അതൊക്കെ ചെയ്യാൻ അറിയാം. ഇവനോ ആ വല്ലതും അറിയോ? ഇല്ലല്ലോ. ഇല്ല. ചേച്ചിക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. 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 ഇല്ല. ചേച്ചി കുറച്ച് പിള്ളേരെ ഒന്ന് പാട്ട് പഠിപ്പിക്കണം. ഞാൻ പാട്ട് പഠിപ്പിക്കണോ? ഓ എന്തിനാ ഞാൻ പഠിപ്പിക്കണം? അതുകൊണ്ട് നിനക്കങ്ങ് ചെയ്താ പോരായിരുന്നോ? என்ன லட்சு இது சப்போர்ட் பண்ணி கொடு. അല്ല കനകാന്റി, സംഭവം ചേച്ചി പറഞ്ഞ കാര്യം തന്നെ. പിള്ളേർ അത് എന്നോട് ചോദിച്ചു 2 വരി പഠിപ്പിച്ചു തരുമെന്ന്. എന്റെ പൊന്നു മോനെ, നീ പാട്ടിലൊന്നും കേറി പിടിക്കരുത് പ്ലീസ്. ഒന്നാമത് നിനക്ക് മോണാക്ടിലും കഴിവില്ല, മിമിക്രിയിലും കഴിവില്ല. നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചാവണോ? അതുകൊണ്ടാണ് അങ്ങോട്ട് ചോദിച്ചത് പാട്ട് പഠിപ്പിച്ചു കൊടുക്കൂന്ന്. ഞാൻ പറഞ്ഞല്ലോ എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളത്. എന്റെ ആന്റി, ഇവൻ ഓരോന്ന് ആ റെസിഡൻസിലെ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കും. പരിപാടി കഴിയുമ്പോഴത്തേക്കും നാട്ടുകാരെ തല്ലാൻ വേണ്ടി ഈ വീട്ടിൽ കയറി മേയും. എന്നെ കൊണ്ട് വയ്യ. ചാച്ചി ഒറ്റ കാര്യം ഒന്നുകൂടെ ഞാൻ ചോദിക്കുകയാണ്, പാട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും? നമുക്ക് ഷൈൻ ചെയ്യാം. ഒന്നാമതേ റെസിഡൻസിലെ ബാക്കിയുള്ളവർക്കും നമ്മളുമായിട്ടൊരു ചെറിയ ചുരുക്കുണ്ട്. പക്ഷെ പിള്ളേരിപ്പം നമ്മുടെ പുറകെയാണ് പറഞ്ഞത്. കാരണം എന്ത്? അത് പിള്ളേര് മണ്ടന്മാരായതും കൊണ്ട്, നിന്നെ അറിയാൻ പാടില്ലാത്തത് കൊണ്ട്. ചാച്ചി പറ്റൂല്ലേ? ചേച്ചി ഇല്ല. കൂടെ നിൽക്കാൻ പറ്റൂലേ? ഇല്ല. സഹോദരങ്ങളല്ലേ നമ്മള്? അല്ല. സഹോദരങ്ങളാണ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടുന്നത്.
പക്ഷെ ഈ സഹോദരന്റെ കൂടെ പിള്ളേരുടെ തല്ല് കൊള്ളാൻ എന്നെ കിട്ടൂല. கேசு நீ வருத்தப்படாத, அவ சப்போர்ட் பண்ணுவா. അണ്ണല്ലേ ஒண்ணும் എന്താണ് എഴുതി കൂട്ടണേ? എഴുത്തു പരീക്ഷയ്ക്ക് പോണോ? ചേച്ചി, എന്നെ ചാക്കിട്ട പിടിച്ച പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ നോട്ട്സ് റെഡിയാക്കണം. നമ്മളെ വിശ്വസിച്ച് വരുന്ന പിള്ളേര് തോക്കാൻ പാടില്ലല്ലോ. ഇങ്ങനെ നീ ആരടാ? കലാമണ്ഡലം കേശുവാ പിള്ളേർക്ക് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ. നിനക്ക് എന്തെങ്കിലും അറിയോ? എനിക്കെന്താ നിനക്ക് എന്താ അറിയാവുന്ന? എന്തോ ചേച്ചി എന്താ ചേച്ചി പറയണേ? എനിക്കൊന്നും അറിയത്തില്ലെന്നാ. ഞാൻ നന്നായിട്ട് എഴുതൂലേ? ഈ പെർഫോമിംഗ് ആർട്ട് ചെയ്യുന്നവരെയാണ് കലാകാരന്മാരെന്ന് എടുത്തു പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡാൻസ്, പാട്ട്, അഭിനയം, ഇതൊക്കെ. ശരി, ഡാൻസ് പാട്ട് നമുക്ക് സെറ്റ് ആവൂല. അഭിനയം ഒരു കൈ നോക്കാമല്ലോ. ഏത് കൈ കൊണ്ട് നോക്കും? ഇടത്തെ കൈ കൊണ്ട് നോക്കൂ അതോ വലത്തെ കൈ കൊണ്ട് നോക്കൂ? അഞ്ചു ചേച്ചി അങ്ങനെ പറയണേ. ഞാൻ ഒരു കൈ നോക്കുന്നു പറഞ്ഞാൽ ഒരു കൈ നോക്കും, അത്ര തന്നെ. അത് നിനക്ക് ഇതിന് വല്ല ഇതുണ്ടോ? ഏതുണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ടോ? നീ വല്ല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? വല്ല ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ല. അതില്ല, ചെയ്യാലോ. ചെയ്യും കൊറേ. ഇങ്ങനെയാണെങ്കിൽ നീ കൊറേ ചെയ്യും. എനിക്ക് എന്റെ കഴിവിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്കറിയാം എനിക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ട്. എനിക്കറിയാം. നിന്റെ അഭിനയൊക്കെ നമ്മൾ കൊറേ കണ്ടതാ. റോട്ടിൽ കൂടെ പോകുന്ന പെമ്പിള്ളേരൊക്കെ കയ്യും കണ്ണും കാലൊക്കെ കാണിച്ച് ഓരോന്നൊക്കെ പറയണതും ചെയ്യണതല്ലേ? കുറെ ആയി കേട്ടാ ചേച്ചി, ഞാൻ ക്ഷമിക്കണ് കേട്ടാ. എനിക്ക് ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചേച്ചി പോടും പോ. ഞാൻ ഇവിടെ ഏകാഭിനയത്തിന്റെ തീം എഴുതിക്കൊണ്ടിരിക്കുന്നു. கேசு இந்த ஏகாபிநயம்னா என்னதடா? മോണാക്ട്. மோனோ ஆக்ட். அது எனக்கு தெரியும். ആന്റിക്ക് മോണാക്ട് അറിയോ? நான் ஸ்கூல்ல படிக்கும்போது பண்ணியிருக்கேன். കണ്ടടാ, ആന്റിക്ക് വരെ കഴിവുണ്ട്, എന്നിട്ട് നിനക്കില്ലല്ലോടാ. ചേച്ചി പോയിച്ചു വിടുന്നു. കനകാന്റി, ആ മോണാക്ട് ഒന്ന് കാണിക്കാവോ? അത് തന്നെ ഒന്ന് കാണിക്കുക, എനിക്കിവിടെ ഒന്ന് കാണാമല്ലോ. ஐயோ அதெல்லாம் ஞாபகம் இல்ல, சின்ன பிள்ளையா இருக்க பண்ணினது. അതൊന്ന് ഓർത്തു നോക്ക്, എന്നിട്ടൊന്ന് കാണിക്ക്. ഇപ്പൊ ആന്റിയുടെ ആ തീം നല്ലതാണെങ്കിൽ ഇവനത് എടുക്കാലോ. അതല്ലേ ഞാൻ പറഞ്ഞേ. லட்சு அதெல்லாம் முன்னாடி பண்ணினது, இப்பெல்லாம் ஞாபகம் இல்ல. ഒന്ന് ആലോചിച്ച് നോക്ക്, കിട്ടും. ചെയ്യാൻ്റെ ചുമ്മാ ചാട കാണിക്കാതെ. ஐயோ அம்மா எல்லாம் நிக்கும்போது எனக்கு வெக்கமா இருக்கு. അയ്യേ, അമ്മൂമ്മ നിക്കുന്നോണ്ട് ആന്റിക്ക് നാണോ? ഓ ചെയ്യാൻറ്റി ചെയ്യാൻറ്റി, അവൻ കോപ്പി അടിക്കട്ടെ ആന്റിന്. எனக்கு ஞாபகம் இல்ல லட்சு. ആന്റി ചെയ്യുന്നുണ്ടോ ഇല്ല? ചുമ്മാ ഷോ കാണിക്കരുത് കേട്ടോ. தெரியற மாதிரி பண்ணவா? അത് മതി. തെരിയും, கொஞ்சம் கொஞ்சம் ചെയ്. எப்படி ஸ்டார்ட் பண்ணுவோம் தெரியுமா? അയ്യോ പോയി. പോയാ? ഇത് പോയതല്ല, കഥാപാത്രത്തെ ഉൾക്കൊള്ളിയാണ്. കണ്ടില്ലേ? இங்க இருக்கிற எல்லாവർക്കും என்னோட வணக்கம். മാന്യ സദസ്സിന് വന്ദനം. ഇവിടെ എങ്ങനെ തന്നെ തുടങ്ങണം. நான் இங்க காமிக்க போறது ஒரு அம்மாவும் பாவமான குழந்தையும் அவங்கள்ட்ட இந்த சொசைட்டி காமிக்கிற அநீதி. அழாத குழந்தை அழாத, ஐயோ அழாத. யாராச்சும் பிச்சை போடுங்க, யாராச்சும் பிச்சை போடுங்க. என்னோட குழந்தை சாப்பிட்டுட்டு ரொம்ப நாள் ஆச்சு, யாராச்சும் பிச்சை போடுங்க. இது யார் குழந்தை? நீ எப்படி எடுத்துட்டு வந்த? ஐயோ கடவுளே, இது என்னோட குழந்தை. நீங்க என்னதான் சொல்றீங்க? நான் இது என்னோட குழந்தைதான். ஏதா பிச்சை போடுங்க. தப்பு. இது யாரோட குழந்தைய நீ எடுத்துட்டு வந்திருக்க? திருடிட்டு தானே நீ வந்திருக்க? ஐயோ எதெல்லாம் சொல்றீங்க? நான் திருட மாட்டேன். ஐயோ என்னோட குழந்தைதான். ஏதா சாப்பாடு போடுங்க, பசி வயிறு தாங்கல, ரொம்ப நாளாச்சு நான் சாப்பிட்டுட்டு, ஏதா கொடுங்க. உன்னை இங்க இருந்து நான் அடிப்பேன், எழுந்துச்சு போ. ஐயோ அப்படி பண்ணாதீங்க, எனக்கு வீடு இல்லை, எனக்கு எங்கேயும் போக முடியாது, ஏதா கொடுங்க. ஐயோ அப்படியெல்லாம் பண்ணாதீங்க. ஐயோ ஐயோ என்னோட குழந்தை எடுத்துடாதீங்க. ஐயோ நான் தர மாட்டேன், என்னோட குழந்தை தர
ആന്റി ഇനി തിരിച്ചു വരൂ? എനിക്ക് തോന്നണില്ല. குழந்தை கிட்டியா அல்ல இல்லையே? இதுதான் நான் பண்ணின மோன ஆக்ட். ஐயோ அம்மா எதுக்கு அழுறீங்க? സങ്കടം വന്നിട്ടാ. അതെ, ആങ്കൊച്ചായിരുന്നോ പെങ്കൊച്ചായിരുന്നോ? ஆங்குழந்தை பேரு வந்து சிவா. എത്ര വയസ്സുണ്ടായിരുന്നു? 2 വയസ്സ് 3 മാസം. ആണോ? അയ്യോ എന്റെ കനക ആന്റി, ഈ അമ്മയും കുഞ്ഞിന്റെ മോണാക്ട് ഉണ്ടല്ലോ, അതൊരു പാൻ ഇന്ത്യ സബ്ജക്റ്റ് ആണ്. ഞാൻ ജനിച്ചപ്പോ തൊട്ട് കാണാൻ തുടങ്ങിയതാ. അത് ഏറ്റുപിടിക്കുക വേറൊരാള് കണ്ടൊക്കെ തുടങ്ങി. அதெல்லாம் விடு, என்னோட நடிப்பு எப்படி இருந்தது? ആ അത് കുറ്റൊന്നും പറയാനില്ല, നടിപ്പ് അത് സൂപ്പറായിരുന്നു. കണ്ടു പടിയടാ ആന്റി, എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കാ ചെറുക്കിന്. കനാന്റെ കയ്യിൽ ഇത്രയൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലേ? അല്ല കനകം, ആ ശിവയെ എങ്ങോട്ടാ കൊണ്ടുപോയത്? எந்த சிவா? അല്ല, ഇപ്പൊ പറഞ്ഞില്ലേ ശിവ? ஓ, குழந்தை சிவா. ആ, அது வந்து அந்த பெரிய ஒரு கொம்ப மீசக்காரன் இருந்தது. வாங்க நான் சொல்லி கொடுக்குறேன். அந்த கொம்ப மீசக்காரன் அப்படியே தூக்கிட்டு போனான். எங்க போனான்னு தெரியவே இல்லை. என்னம்மா இப்படி பார்த்துட்டே இருக்கீங்க? നിന്റെ അഭിനയത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. உங்களுக்கு அவ்வளோ பிடிச்சதா? പിന്നെ എന്ത് ഭംഗിയായിട്ട് അഭിനയിക്കുന്നത്. നിനക്ക് വല്ല സിനിമയിലും അഭിനയിക്കാൻ പൊക്കൂടായോ? സൗന്ദര്യമുണ്ട്, അഭിനയിക്കാനുള്ള കഴിവുണ്ട്. ഏതെങ്കിലും സിനിമയിലോട്ട് എന്നങ്ങ് അഭിനയിക്കണം നായികയായിട്ട്. എന്നോടാ കേശു, എന്തോന്ന് എന്ത് ഭംഗിയായിട്ട് അഭിനയിക്കുന്നേ. എനിക്കാണെങ്കിൽ കണ്ടപ്പോ സങ്കടം വന്നു. അഭിനയിക്കുന്നുണ്ട്. അല്ല, നായികയായിട്ട് അഭിനയിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ല. இப்ப என்ன ஓட்டுறல? எனக்கு அபிநயம் வேண்டாம், ஒன்றும் வேண்டாம், அவ்வளோதான். അയ്യോ ഒരാള് പിണങ്ങി കേട്ടാ. എന്തോന്ന് കനക ആന്റി? வேண்டாம் லட்சு, ஒன்றும் வேண்டாம். நீ தானே கொஞ்சம் முன்னாடி சொன்ன இந்த மாதிரி எல்லாம் நிறைய பார்த்துருக்கேன்னு. ആമാ പാത്തിരിക്ക, അതുക്ക് ഇപ്പൊ എന്നെ. പക്ഷെ ആന്റിയുടെ അഭിനയം മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. அது கரெக்ட், அது நீ சொல்லல. ஆனா கே சூப்பர் சொன்னது ஓட்டுறதுக்கு தானே அவன் சொன்னான். லட்சு, நீ ஒண்ணு பண்ண, உனக்கு தெரிஞ்ச ஒரு மோனாக்ட நீ காமி. എനിക്ക് തെരിഞ്ഞ മോണാക്ടാ? ആന്റിക്ക് ആളത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. ആന്റിക്ക് അറിയോ, ഞാനേ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുത്ത ആളാ. ആ അതൊക്കെ അന്തക്കാലം. ചേച്ചി ആണേലേ അല്ല വക്ക് പൊട്ടിയതാ ചളങ്ങിയതാ പിളിങ്ങിയതാ എങ്ങനെയാന്ന് വെച്ചാ തട്ടി നോക്കാൻ പറ്റുന്ന നോക്കട്ടെ. വക്ക് പൊട്ടിയതും ചളങ്ങിയതും പിളുങ്ങിയതാ? എടാ, ഞാൻ കാണിച്ചിട്ടുള്ള ഐറ്റം ഒക്കെ ഉണ്ടല്ലോ, നല്ല തങ്കം തിളങ്ങിയതാണ്. அப்படின்னா நீ ஒண்ணு காமி, அவன் பார்க்கட்டும். വാചാടി മാത്രമേ ഉള്ളൂ. ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടനാ? ഏത് ഉണ്ണിക്കുട്ടായി? ഇത്ര നേരായിരുന്നു ഈ ചെറുക്കൻ കളിക്കാൻ പോയിട്ട്. ഉണ്ണിക്കുട്ടാ, ആ വരണ വരവൊക്കെ നോക്കിക്കേ. വാ വാ, താരാ നിൽക്കുന്നു. വാ. എന്താ അമ്മ വിളിച്ചേ? നീ ഇത്ര നേരം എവിടെയായിരുന്നടാ? അത് അമ്മ, ഞാൻ കളിക്കാൻ പോയത്. നീ എവിടെയാ കളിച്ചോണ്ടിരുന്ന ഇത്ര നേരം? അമ്മ, അത് ഞാൻ അവിടെ പുറത്ത് മാവിന്റെ ചോട്ടില്. മാവിന്റെ ചോട്ടിലാ? നിന്റെ അടുത്ത് എത്ര നേരം ഞാൻ വീട്ടിലേക്ക് വിളിക്കണു? അതമ്മ, ഞാൻ കളിച്ചോണ്ടിരുന്നതല്ലേ. എന്താടാ നിനക്കൊരു കള്ള ലക്ഷണം? നീ എന്തോ ഒളിപ്പിക്കുന്നുണ്ടല്ലോ. കള്ള ലക്ഷണോ? ഇല്ല അമ്മേ, ഞാൻ ഒന്നും ഒളിപ്പിക്കുന്നില്ലല്ലോ. സത്യം പറ ഉണ്ണിക്കുട്ടാ, നീ എന്താ ഒളിപ്പിക്കുന്നേ? ഇല്ല അമ്മേ, ഞാൻ ഒന്നും ഒളിപ്പിക്കുന്നില്ല. ഉണ്ണിക്കുട്ട, അമ്മയടുത്ത് നീ കള്ളം പറയുന്നത് കൈ കാണിച്ചേ. അതമ്മേ മാമ്പു. ഈശ്വര, നീ ആ മാമ്പു പറിച്ചാ? എടാ, അത് 4 മാസം കഴിയുമ്പോഴത്തേക്കും മാമ്പഴാവാൻ വെച്ചിരുന്നതല്ലേ? അത് അമ്മ, ഞാൻ അറിയാതെ പറിച്ചതാ. അറിയാതെ പറിച്ചതാ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ പറിക്കരുത്, പറിക്കരുത് പറഞ്ഞല്ലേ? അമ്മ അമ്മ അടിക്കല്ലേ അമ്മ, അമ്മ മേല് നോവുന്ന അമ്മ അടിക്കല്ലേ അമ്മ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണോ പറിക്കരുത്? അമ്മ അമ്മ തല്ലല്ലേ അമ്മ, തല്ലല്ലേ അമ്മ.
അമ്മ എന്നെ അടിച്ചല്ലേ അല്ലേ? നോക്കിക്കോ, മാമ്പഴം വീഴുമ്പോ ഉണ്ണിക്കോട്ട് പെറുക്കം വരില്ല. നാല് മാസങ്ങൾക്ക് ശേഷം അന്നുണ്ണി മാമ്പു പൊടിച്ചപ്പോ അമ്മ മോനെ ഒരുപാട് തല്ലി. അന്ന് ഉണ്ണി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, മാമ്പഴം വീഴുമ്പോ ഉണ്ണി അത് പെറുക്കാൻ വരില്ല. അന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു മോനത് കാര്യമായിട്ട് പറഞ്ഞതാണ്. ഈ മാമ്പഴം ഉണ്ണിക്ക് വേണ്ടിയുള്ളത്. അമ്മ എത്ര തല്ലിയാലും എത്ര വഴക്ക് പറഞ്ഞാലും ഉണ്ണീന്ന് വിളിച്ച ഉണ്ണി കുണുങ്ങി കുണുങ്ങി വരാറില്ല. എങ്ങനെയാ പോരെ? ഇതേ കേശുവേ, ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു മോണോ ആക്ട് ആണ്. ഇനിയിപ്പോ വലിയവർക്കൊക്കെ വേണമെങ്കിൽ അത് നീ തന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് ചെയ്യിപ്പിക്കേണ്ട വരും. കൊച്ചു പിള്ളേർക്ക് ചെയ്യാൻ പറ്റിയ സാധനം എന്തരത്? ഇത് കണ്ടിട്ട് ചേച്ചി എന്തിനാ ചേച്ചി പറയണേ? ഇപ്പൊ പിള്ളേർക്ക് അടുപ്പിച്ചു കൊടുക്കാനാ? லெச்சு உன்னோட நடிப்பை பார்த்துட்டு அப்படியே அழுகையா வந்தது. கேசு, நீ எப்படிடா இதெல்லாம் கத்து கொடுக்க போற? ഞാൻ ഡയറക്റ്റ് കത്ത് കൊടുക്കില്ല, ഞാൻ മേൽനോട്ടം വഹിക്കും. എന്റെ ചേച്ചി എനിക്ക് വേണ്ടി കത്ത് കൊടുക്കും. ഒരു കത്ത് കൊടുക്കലും ഇല്ല, ഞാൻ പഠിപ്പിക്കാൻ വരുമൊന്നുമില്ല. എന്താ ചേച്ചി പഠിപ്പിക്കും. പഠിപ്പിക്കൂലേ? ഇല്ലേ? ഞാൻ മേൽനോട്ടം വഹിക്കും, ചേച്ചി കത്ത് കൊടുക്കും. ഓടാ അവിടുന്ന്. கேசு, லெச்சோட நடிப்பு சூப்பர்ல. എന്ത് എന്റെ നടുപ്പ് കൊള്ളൂല്ലേ? പറഞ്ഞോലെ ഞാൻ ഒന്നും ഡെമോൺസ്ട്രേറ്റ് ചെയ്തില്ലല്ലോ. ഉണ്ണി 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 ഇവിടെ വാടാ. നിന്നെ കൊണ്ടാവൂല ഇത്. என்னடா கேசு யோசிச்சுட்டே இருக்க? ആൻറ്റി, ഒരു കലാകാരൻ എപ്പോഴും യോசிச்சுட்டே ഇരിക്കും. கேசு, நீ மோனாக் சொல்லி கொடுக்க போகும்போது நான் கூட வரேன். എന്തിനി ആന്റി ഒന്നും പറഞ്ഞ, എന്നിട്ട് വേണം കൊണ്ടുപോയിട്ട് അവിടുത്തെ ഏതെങ്കിലും അടുക്കള കയറി പോയി ശരിയാവൂല. அப்படின்னா நீ லெச்சு சேச்சியை கூட்டிட்டு போ. സംഭവം എന്തൊക്കെ പറഞ്ഞാലും ലച്ചേച്ചി ഉണ്ടെങ്കിൽ എന്തിനും ഏതിനും ഒരു ധൈര്യമാണ് എനിക്ക്. പിന്നെ അറിയാലോ, ഞാനും ലച്ചേച്ചിയും കൂടെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാ അത് ശുഭം. அது நீ சொன்னது கரெக்ட். லெச்சு கேசு கோம்போ சூப்பர். அது நீங்க சண்டை போட்டாலும் அப்படியே தான். അയ്യോ കനാൻറ്റി, അടിയുണ്ടാക്കിയ കാര്യം ഓർപ്പിക്കല്ലേ, അതിനൊന്നും കൈ കണക്കൂല്ല. എന്തുവാടാ ഈ വീട്ടിൽ എപ്പോഴും അടിയും പിടി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണല്ലോ പറയുന്നത്? ടി വിയിലൊക്കെ പറയുന്ന പോലെ മൊത്തം വയലൻസ് അല്ലയോ? അമ്മൂമ്മ പ്രോ ആയിട്ട് വരുവാണല്ലേ. அம்மா, கேசு சொல்றான் மோனாக் சொல்லி கொடுக்க போகும்போது லெச்சு கண்டிப்பா வேணும்னு. ആ വേണം, എൻ്റെ മോൾ എപ്പോഴും കൂടെ വേണം. എൻ്റെ മോളെ നല്ലൊരു കലാകാരിയാ, പക്ഷെ ഒന്നിലും അങ്ങോട്ട് ഉറച്ചു നിൽക്കത്തില്ല. കയ്യിലൊന്നും ഇല്ലെങ്കിൽ
എൻ്റെ മോൻ മിടുക്കനാന്ന് ലച്ചു പറയാറുണ്ട്. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കുന്നില്ലേ. കാര്യമാക്കൂല. എങ്ങനെ കാര്യമാക്കും? അല്ല അമ്മൂമ്മ എന്തിനാ പറഞ്ഞു? കയ്യിലൊന്നും ഇല്ലെങ്കിലും എന്നാ. എന്റെ കയ്യിൽ എങ്ങനെ അമ്മൂമ്മ എന്തെങ്കിലും വരണത്? നമ്മുടെ പടവലത്തെ അപ്പൂപ്പൻ എന്തിനാണ്? കലാവാസന എന്തെങ്കിലും ഉണ്ടാ? എവിടെ? രാവിലെ കിള, ഉച്ചയ്ക്ക് കിള, വൈകിട്ട് കിള, കിളയോ കിള. അമ്മൂമ്മയ്ക്കാണെങ്കിലോ അയ്യോ കലാവാസന തൊട്ട് തീണ്ടിട്ടില്ല. നാക്കാണെങ്കിൽ പടവലത്തിന്റെ അത്ര. നീ എന്തോ പറഞ്ഞേ? പണ്ടേ ചോനറത്തല കുടുംബത്തിലെ ഒരുപാട് കലാകാരന്മാരുണ്ടായിരുന്നു. ഓട്ടംതുള്ളല്, ചാക്യാർകുത്ത്, കഥകളി, കൊട്ടെ, പാട്ടെ എല്ലാം ഉണ്ടായിരുന്നു. ഒരു സമയത്തെ ആ വീടിന്റെ മുറ്റത്ത് എല്ലാ ദിവസവും പാട്ടും കൂത്തും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എപ്പോ? നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ്. പിന്നെ നീയൊക്കെ ഇപ്പൊ ഈ മോണോ ആക്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന കോപ്രായൊന്നും അല്ല മോണോ ആക്ട്. എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട്. കോപ്രായോ? അല്ല, മോണോ ആക്ട്. அம்மா உங்களுக்கு மோனோ ஆக்ட் எல்லாம் பண்ண தெரியுமா? പിന്നില്ലാതെ. പിന്നെ നിങ്ങളുടെയൊക്കെ കോപ്രായം എവിടം വരെ പോകും നോക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതെ നിന്നല്ലയോ. അമ്മൂമ്മ സൂപ്പറായിട്ട് മോണോആക്ട് ചെയ്യൂലയോ? പിന്നെ ഭയങ്കരവാ. എന്താടാ നിനക്കൊരു പുച്ഛം? നമുക്കൊരു പുച്ഛവും ഇല്ലേ? ആഹാ. எங்க போறா? പിണങ്ങി പോയതായിരിക്കും. മിക്സഡ് ഫ്രൂട്ട് അല്ലേ? சாப்பிடு. பசிக்குதா? അമ്മ വല്ലോം തരണേ. കുറച്ചു ദിവസമായി വല്ലോം കഴിച്ചിട്ട്. മക്കളും കൊച്ചുമക്കളും ഭർത്താവും ഒന്നും നോക്കാനില്ല. ഒരെണ്ണം തായേ. അയ്യോ വിശന്നിട്ട് നിൽക്കാൻ വയ്യായേ. ഒരെണ്ണം എനിക്ക് തരുമോ? അയ്യോ എനിക്ക് എവിടെയും ഒന്ന് ഇരിക്കണേ. മക്കൾക്കും വേണ്ട, ഭർത്താവിനും വേണ്ട, കൊച്ചുമക്കൾക്കും വേണ്ട. വിശന്നിട്ട് നിൽക്കാനും ഇരിക്കാനും വയ്യ. ஒண்ணு கூட பண்ணி தரேன். சாப்பிட்டுக்கோ. ஒண்ணு கூட பண்ணி தரேன், சாப்பிடு. ഇനി ഒന്ന് വേണമോ? വേണ്ട, പിന്നെ പോ നോക്കാം. വയസ്സാം കാലത്ത് ഓരോ പരിപാടിയും കാണിച്ചിട്ട് കൂട്ടും. അമ്മൂമ്മ പ്രഷർ വല്ലതും കൂടി കാണും. തളിക്കുമ്പോ സൂക്ഷിച്ച് തളിക്കുമ്പോ. തലയടിച്ച് വീണ്ടപ്പോ ഏതോ ആയിരിക്കടാ. എങ്ങനുണ്ടായിരുന്നു എന്റെ അഭിനയം? ഇതാണ് മോണോ ആക്ട്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.